അടുത്ത ചോദ്യം, ഹൽ യജൂസു അൻ യുശരിക ഫി നിയ്യ, നീയത്ത് നമുക്ക് അതിൽ തശ്രീഖു നിയ്യ, അതായത് ഒന്നിലധികം നീയത്തുകൾ ഒരു അമലിന് വെക്കുക എന്നുള്ളത് പാടുണ്ടോ എന്നുള്ളതാണ്. ഇത് വലിയ ഇബാദത്തിന്റെ കാര്യത്തിൽ വലിയ ഫിഖ് ഉണ്ടാകേണ്ട, അവഗാഹം ഉണ്ടാകേണ്ട ഒരു വിഷയമാണ്. ഷെയ്ഖ് സുലൈമാൻ റഹീൽ ഹഫ്ളഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം പറയാണ് ഫഖൂൽ ബിഖ്തിസാർ, ചുരുക്കി പറയാം, ലാ യജൂസു അൻ യുശരിക്കൽ ഇൻസാനു ഫി അമലിൽ വാഹിദ് ബൈന ശഖ്സൈൻ, ഒരു അമലിൻ രണ്ടാക്കി നീയത്താക്കാൻ പറ്റില്ല. അദ്ദേഹം ഉദാഹരണം പറയുകയാണ്, ഒരാൾ ഉംറക്ക് പോവാണ്. അപ്പോൾ അയാൾ നേരത്തെ ഉംറ ചെയ്താണ്, അയാൾ ഇപ്പോൾ ഉംറക്ക് പോകുന്നത് ഉപ്പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ ഉമ്മയും മരിച്ചിട്ടുണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരാൾ രണ്ടാക്കും കൂടി നീയത്താക്കാണ്, അത് ശരിയാവില്ല. രണ്ടാക്കും കൂടി ശരിയാവില്ല. അതല്ലെങ്കിൽ വേറൊരാൾ ഞാൻ എൻ്റെ ഉംറ ഇവൻ്റെ ഫസ്റ്റ് ഉംറയാണ്, അതോടൊപ്പം ഉപ്പാൻ്റെ ഉംറയും കൂടി ഇതിൽ ചേർക്കാം, അത് പറ്റില്ല, അത് ശരിയാവില്ല. നീ അത് ഉംറ ചെയ്ത് പിന്നെ നീ അടുത്ത നീയത്തിൽ വേറെ ഉപ്പാക്ക് ഉംറ ചെയ്യണം, അടുത്ത നീയത്തിൽ വേറെ ഉമ്മാക്ക് ഉംറ ചെയ്യണം. ഒരൊറ്റ നീയത്തിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നിലധികം ആളുകളെ അതിൽ ഭാഗവാക്കാക്കാൻ പറ്റുകയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ശരിയായിട്ട് അനുവദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഉദഹിയത്ത് പോലുള്ള കാര്യങ്ങൾ, ഒരൊറ്റ നീയത്തിൽ എല്ലാവർക്കും കൂടി ഒന്ന് മതി. അതങ്ങനെ തന്നെയാണ് നിസ്സാരസം കാണിച്ചത്. ഒരാളൊരു ഉരുവിനെ ഇറക്കുമ്പോൾ, ഒരാടിനെ ഇറക്കുമ്പോൾ കുടുംബത്തിന് എല്ലാവരും അത് കണക്കാക്കി അവർക്ക് എല്ലാവർക്കും കൂടി അത് മതി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്വതക്കുകൾ കൊടുക്കുമ്പോൾ, നമ്മളൊരു 10,000 രൂപ ഉണ്ട്, 5,000 രൂപ ഉമ്മാക്ക് വേണ്ടി ഞാൻ കൊടുത്തു, 5,000 രൂപ ഉപ്പാക്ക് വേണ്ടിയും കൊടുത്തു, അങ്ങനെയും കൊടുക്കാം. അത് നമുക്കങ്ങനെ വേറെ വേറെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഉംറ എന്ന് പറയുന്നത് അങ്ങനെ ജുസ് ആക്കാൻ പറ്റിയ, ഭാഗമാക്കാൻ പറ്റിയ ഇബാദത്തല്ല. അവിടെ തവാഫ് ഉപ്പാക്ക് വേണ്ടി ഇമ്മാക്ക് വേണ്ടി അങ്ങനെയും ചെയ്യാൻ പറ്റില്ല. ഉംറ ആകണമെങ്കിൽ മുഴുവൻ കിട്ടണം. തഹലുലാകുന്നവരൊക്കെ ഒറ്റ കർമ്മമാണത്. അപ്പം അതങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ചെയ്യാൻ പറ്റാത്തതായ ചില കാര്യങ്ങളുണ്ട്. 2 ഫർളുകൾ നമുക്ക് ഒരുമിച്ച് ഒരൊറ്റ അമലിൽ ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരാൾക്ക് ലുഹറും അസ്റും നിസ്കരിക്കാനുണ്ട്, യാത്രക്കാരനാണ്. ഞാൻ ലുഹറും അസ്റും നിയത്താക്കിയിട്ട് 4 റക്അത്ത് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുന്നു, പറ്റൂല. 2 ഫർളുകളാണ്. 2 ഫർളുകൾ ഒരുമിപ്പിക്കാൻ പറ്റൂല. 2 ഫർളുകൾ ഒരുമിപ്പിക്കാൻ പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ സുന്നത്തുകളായ കാര്യങ്ങളുണ്ട്. സുന്നത്തുകളായ കാര്യങ്ങൾ ഇത്തരത്തിൽ നമുക്ക് ഒരുമിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് തഹിയത്തുൽ മസ്ജിദ്. തഹിയത്തുൽ മസ്ജിദ് എന്ന് പറയുന്നത് അത് ഏതൊരു 2 റക്അത്ത് കൊണ്ടും മതിയാകുന്ന കാര്യമാണ്. മസ്ജിദിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരാൾ ഇരിക്കുന്നതിന് മുമ്പ് നിസ്കരിച്ചാൽ മതി. അതന്നെ അതിന്റെ തഹിയത്ത്. ഇപ്പോൾ ജമാഅത്ത് തുടങ്ങിയാൽ അത് തന്നെയാണ് തഹിയത്ത്, വേറെ തഹിയത്ത് ആവശ്യമില്ല. അങ്ങനെയുള്ള നിസ്കാരമാണ് തഹിയത്തുൽ മസ്ജിദ് എന്ന് പറയുന്നത്. മസ്ജിദ് കയറിയാലുള്ള നിസ്കാരം, ഇരിക്കുന്നതിന് മുമ്പ് നിസ്കരിച്ചാൽ മതി. ഫർളോ സുന്നത്തോ എന്താണെങ്കിലും ശരി, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഏതൊരു നിസ്കാരത്തിലും നമുക്ക് നിയത്താക്കാം. ഉദാഹരണത്തിന് ഒരാൾ ഇവിടേക്ക് വരുന്ന സമയത്ത് അയാൾ ഫജർ ബാങ്ക് കൊടുത്തിട്ട് ഇങ്ങോട്ട് എത്തുന്നതാണ്. ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തുണ്ട്, അതും തഹിയത്തുൽ മസ്ജിദും കൂടി ഒറ്റ നിയത്ത് മതി. അതിനോടൊപ്പം അയാൾക്ക് വുളൂവിന്റെ 2 റക്അത്തും കൂടി വേണമെങ്കിലോ അതും അതിന് മതിയാകുന്നതാണ്. അഥവാ 3 നിസ്കാരങ്ങൾ, 3 ഈ 2 റക്അത്തായ സുന്നത്ത് നിസ്കാരങ്ങൾ ഒറ്റ 2 റക്അത്തിലാക്കി നിയത്താക്കാം. 3ന്റെ പ്രതിഫലം ഒരാൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഒരാൾ വരുന്നത് 10-11 മണിക്കാണ്. അപ്പോൾ അയാൾ തഹിയത്തുൽ മസ്ജിദ് എന്തായാലും നിസ്കരിക്കും. അപ്പോൾ അയാൾ ദുഹ കൂടി നിയത്താക്കാൻ, ഞാൻ ഏതായാലും ദുഹ നിസ്കരിച്ചിട്ടില്ല, അപ്പോൾ അയാൾ 2 റക്അത്ത് ഇത് ദുഹയാണ്. അയാൾക്ക് മസ്ജിദിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ആ 2 റക്അത്ത് ദുഹ നിസ്കരിക്കാം. ഇനി ഒരു 2 റക്അത്തും കൂടി നിസ്കരിക്കണം, എണീറ്റിട്ട് വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കാം. 4 റക്അത്ത് ദുഹ കിട്ടി. അതിൽ ആദ്യത്തെ 2 റക്അത്തിനോടൊപ്പം തഹിയത്തുൽ മസ്ജിദും കിട്ടി. ഇനി ആ ദുഹ അയാൾ മസ്ജിദിലേക്ക് കയറുമ്പോൾ വുളു എടുത്തിട്ടാണ് ഉള്ളത്. അപ്പോൾ അയാൾ വുളുവിന്റെ 2 റക്അത്തും കൂടി നിയത്താക്കുകയാണെങ്കിൽ അയാൾക്ക് അതൊക്കെ കിട്ടുന്നതാണ്. ഇതേപോലെ ലുഹർ നിസ്കാരത്തിൽ നമ്മൾ വരുമ്പോൾ ലുഹറിന് മുമ്പ് ഈ 2 4 റക്അത്ത് നമ്മൾ എന്ത് ചെയ്യും, ലുഹറിന് മുമ്പുള്ള റവാത്തി നിസ്കരിക്കും. അപ്പോൾ അവിടെ ആദ്യത്തെ 2 റക്അത്തിൽ തഹിയത്തുൽ മസ്ജിദും വുളുവിന്റെ 2 റക്അത്തും കൂടി നമുക്ക് നിയത്താക്കിയാൽ അതെല്ലാം ആ 2 റക്അത്തിൽ കിട്ടി. പിന്നെ ബാക്കിയുള്ള 2 റക്അത്ത് ലുഹറിന്റെ അതും കൂടി നിസ്കരിച്ചാൽ അതും ലഭിക്കുന്നതാണ് എന്നാണ്. എന്നാൽ ഇത് അല്ലാത്ത ഒരു ഫർളും ഒരു സുന്നത്തൊന്നും നമുക്ക് അങ്ങനെ ഒരുമിപ്പിക്കാൻ, അങ്ങനെ പ്രത്യേകമായ സുന്നത്തുകൾ ഒരുമിപ്പിക്കാൻ കഴിയില്ല. ഏതുപോലെ എന്ന് വെച്ചാൽ ഫജറിന്റെ 2 റക്അത്ത് സുന്നത്തും ഫജറും നമുക്ക് ഒരുമിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഫജറിന്റെ 2 റക്അത്ത് സുന്നത്ത് പ്രത്യേകം വന്ന റവാത്തിൽ സുന്നത്താണ്. അത് വേറൊന്നിന്റെ പകരം ആകുന്നതല്ല, ഒരു ഫർളിനോടൊപ്പം ചെയ്യാൻ പറ്റൂല. അപ്പൊ അങ്ങനെ പറയപ്പെടുന്ന നിസ്കാരങ്ങളുണ്ട്, അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, അത് ചെയ്യാൻ പറ്റൂല. ഒരാൾ ഫജർ നിസ്കരിക്കുമ്പോൾ 2 റക്അത്ത് സുന്നത്തും കൂടി അതിൽ നിയത്താക്കുക എന്നുള്ളത് പാടില്ല. അത് വേറെ വേറെ തന്നെ നിസ്കരിക്കണം. അതുപോലെ വെള്ളിയാഴ്ച ജുമാക്ക് വരുമ്പോൾ ഒരാൾ ജനാബത്തുകാരൻ കൂടിയാണ്. അപ്പോൾ അയാൾക്ക് ജുമാന്റെ കുളിയും ജനാബത്ത് കുളിയും കൂടി ഒറ്റ കുളി കുളിച്ചാൽ മതി. 2 കൂടി ഒരു കുളി കുളിച്ചാൽ മതി. കാരണം ജുമായുടെ കുളി അത് മുസ്തഹബായ കുളിയാണ്. അത് ഏറ്റവും ശരിയായ അഭിപ്രായം. അത് നിർബന്ധമല്ല, മുസ്തഹബായ കുളിയാണത്, വളരെ സുന്നത്തായ കുളിയാണത്. എന്നാൽ ജനാബത്തിന്റെ കുളി നിർബന്ധമായ കുളിയാണ്. ആ ജനാബത്തിന്റെ കുളി കുളിക്കുന്നതിലൂടെ തന്നെ ഒരാൾ ശുദ്ധിയായി തീരുന്നു. അയാൾക്ക് ആ കുളി 2 കൂടി നിയത്താക്കാം. ജുമാക്ക് വേണ്ടിയാണ് ഞാൻ കുളിക്കുന്നത് എന്ന നിയത്തോടു കൂടി ജനാബത്തുകാരന് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെയാണ് നമ്മൾ മസ്ജിദിൽ ദർസിന് വരുന്ന സമയത്ത്, ക്ലാസ്സിന് വരുന്ന സമയത്ത് ഒരുപാട് നിയത്ത് നമുക്ക് വെക്കാം. ഇവിടെ മഗ്രിബിന് വരുമ്പോൾ ഞാൻ പുറപ്പെടുന്ന സമയത്ത് 1 മഗ്രിബ് നിസ്കരിക്കാനാണ്, 2 ഞാൻ ക്ലാസ് കേൾക്കാനാണ്. ഇനി ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഇഷാ കൂടി കാത്തിരിക്കുകയാണെങ്കിൽ അത് വേറൊരു അമലാണ്. ഒരാൾ മഗ്രിബ് നിസ്കരിച്ചിട്ട് ഇഷാ വരെ മസ്ജിദിലേക്ക് കാത്തിരുന്നാൽ അത്രയും നേരം അയാൾ നിസ്കരിച്ചതിന്റെ കൂലിയാണ്. അയാൾ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുന്നുള്ളൂ. അത്രയും നേരം അയാൾ ഈ 2 റക്അത്ത് നിസ്കരിച്ചാൽ എത്രയായിരിക്കും പ്രതിഫലം കിട്ടുക? അത്രയും അയാൾക്ക് എന്ത് ചെയ്യാണ്, പ്രതിഫലം കിട്ടുക. അതേപോലെ തന്നെ തന്റെ നല്ലവരായ സഹോദരങ്ങളെ കണ്ടുമുട്ടണം. അവരുടെ മനസ്സിൽ ഞാൻ നല്ല എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് സന്തോഷം ഉണ്ടാക്കണം. അത്
ഒരു ഇബാദത്തായ കാര്യമാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽബിൽ സന്തോഷം ഉണ്ടാക്കുക, ഇദ്ഖാലു സുറൂർ ഫി ഖൽബിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ കൽബിൽ സന്തോഷം ഉണ്ടാക്കുക, അവരോട് നല്ല വർത്തമാനങ്ങൾ പറയുക, ഇതൊക്കെ പ്രതിഫലാർഹമായ കാര്യം. അത് അവരോട് നല്ല കാര്യങ്ങൾ ചോദിക്കുക, എന്താണ് വിശേഷങ്ങൾ, എന്താണ് കാര്യങ്ങൾ, നല്ല നിയത്തോടുകൂടി ഒരാൾ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ ഇബാദത്തായിട്ടുള്ള കാര്യമാണ്. അതുപോലെ അവൻ അവിടെ ദിക്റുകൾ ചൊല്ലാം, ഖുർആൻ പാരായണം ചെയ്യുക, ഇങ്ങനെയുള്ള നിയത്തൊക്കെ ഒരാൾ വെച്ചു കഴിഞ്ഞാൽ ആ ഒരു വരവിന് ഇതിന്റെ എല്ലാം പ്രതിഫലം ഒരുമിച്ച് അയാൾക്ക് ലഭിക്കുന്നതാണ്.